വളരെ ക്ലോസ് ഫ്രണ്ടാണ് ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയത്. തുടങ്ങാനൊരു പരിപാടി ഒരു തീരുമാനമുണ്ട്. ഗംഭീരമായൊരു സ്ക്രീൻ പ്ലേ. പടത്തിന്റെ മുഖ്യ ആളിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ ജെയ്സേട്ടാ തുടങ്ങിക്കോളും. ഞാൻ ഇരുന്ന് സംസാരിച്ചാൽ മതി. ഇരുത്തമെന്ന് നിർണായതുകൊണ്ട് തീർച്ചയായിട്ടും ഇരുന്നത്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം ഞങ്ങളുടെ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിയതിനും. ലൈഫിൽ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ഇത്രയും കാലം ഒരു ആഗ്രഹം നടന്ന് അത് ജനങ്ങൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നന്നായി വന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടി. അതിന് വലിയൊരു സന്തോഷത്തിലാണ്. ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിനൊപ്പം നമുക്ക് ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ കൂടെ നിന്ന് അപ്പൊ ഞങ്ങളെല്ലാവരും തന്നെ ഇനിയും വരാനുണ്ട് ആളുകൾ, ചിലർക്ക് ഷൂട്ടിംഗ് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മളെല്ലാവരും ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള പ്രയത്നം അല്ലായിരുന്നു, ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ല സബ്ജക്റ്റ് കിട്ടി, ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊക്കെ ആദ്യം ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് നന്ദി പറയുന്നു. അബ്ദു മുസാഫിർ ഫിലിംസ് ആണ് അദ്ദേഹത്തിന്റെ, മുസാഫിർ അബ്ദു എന്നാണ് അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന മൂവിയാണ്. പക്ഷെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ പോലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാളെ ലീഡ് ക്യാരക്ടർ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിനും കൂടെ നിന്നതിനും ഇപ്പോഴും ഒരുമിച്ച് ഒറ്റയ്ക്ക് എല്ലാ കാര്യത്തിലും നിൽക്കുന്നതിനും വലിയ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പിന്നെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ കുറച്ച് സന്തോഷ കാര്യങ്ങൾ പറയാനുണ്ട്, അത് നരേനും കൂടി എത്തിയിട്ട് പറയാം. ഞാൻ എന്തായാലും വിപിന് കൊടുക്കാം. നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മളുടെ ഈ ഗുമസ്തൻ ഇറങ്ങിയത്. ഈവൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു പരിധിയിൽ കൂടുതലുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോ ഞങ്ങളും ആ സിനിമയെ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമായില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ, കോളുകൾ, മാത്രമല്ല ഉള്ള തിയേറ്ററുകളിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം, എറണാകുളത്ത് എല്ലായിടത്തും ഉറച്ചെത്തിയിട്ടുണ്ട്. ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളും തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ വലിയ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താറുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു പല പല പടങ്ങൾ ഇപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിനാണ് ഇപ്പോ OTT ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം. ഗോളത്തിനുണ്ടായിരുന്നു. എപ്പോഴും നമ്മള് ഞാനിപ്പോ വിശേഷം കണ്ടിട്ട് ഞാൻ OTT കണ്ടിട്ടാണ് ഞാൻ അതിന്റെ ഡയറക്ടർ വിളിച്ചിരുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. പക്ഷെ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും OTT കണ്ടിട്ട് പറയുന്നതും നമ്മൾ രണ്ട് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. താങ്ക് യു. ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രം, ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന കഥാപാത്രം ഷാജു ചേട്ടന്റെയാണ്. അപ്പോ ഷാജു ചേട്ടൻ സംസാരിക്കും. വിപിൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നതാണ്. എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രമോഷൻ ആണെങ്കിലും സിനിമ കാണുന്നതിലായാലും എല്ലാം ഞങ്ങൾ ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഷൂട്ടിങ്ങിന്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സമയം വരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ ചെയ്ത്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ജെയ്സിന്റെ കാര്യമാണ്. ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ, ഞാൻ ഫസ്റ്റ് ജെയ്സുമായിട്ട് ഇരിക്കുന്നു, ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് വരണമെന്നും പറയുമ്പോൾ
എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോൾ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഈ ഗുമസ്തന്റെ പിന്നണിയിൽ നിറഞ്ഞ ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരുടെ സ്പേസിൽ പെർഫോം ചെയ്ത ഒരു സിനിമയായിരിക്കും. അതിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ്. അതിന് വലിയ സന്തോഷം ഞങ്ങൾ വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടുകൂടെ പറയുന്നു. താങ്ക് യു, എല്ലാവർക്കും നന്ദി മാത്രം. റോണി ഓക്കെ, ബിബിൻ പറഞ്ഞൊരു പോയിന്റിലൂടെ വരുന്നത്. ഇപ്പൊ ബിബിനാണെന്നുണ്ടെങ്കിലും ആദ്യ സിനിമ എടുക്കുന്ന സമയത്ത് ഒരു വലിയ താരനിര തന്നെ ബിബിന്റെ കൂടെ ഉണ്ടായിരുന്നു. അമറപ്പുറ അന്തോണി, ആന്റണി, അതുപോലെ തന്നെ ഞാന് എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക എന്നുള്ള വലിയൊരു താരം കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂള്ളൊരു ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളൊരു പടം നമ്മള് തട്ടേക്കേറ്റുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു വിശേഷമായിക്കോട്ടെ, ഭരതനാട്യം ആയിക്കോട്ടെ, ഭരതനാട്യം സൈജു എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ഒരു പരിധിവരെ മുങ്ങിപ്പോകാനുള്ള കാരണം ഹേമ കമ്മിറ്റിയിലുള്ള ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങിയത്. പൊതുവെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് ഒരു വിരക്തി ഉണ്ടായിരുന്നു. അപ്പോ ഞാനൊരു കുഞ്ഞു പടം ചെയ്തു, പഴഞ്ചൻ പടയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അവസാനം അതിന്റെ പോസ്റ്റ് പ്രൊഡക്റ്റിൽ ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടു. ആ സിനിമ ഞാൻ കണ്ണൂർ സ്കൂളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും, ഇപ്പോ OTT ഏതൊക്കെ ചാനലുകാരുണ്ടോ അവരെല്ലാ പേരെയും വിളിക്കുക, മെയിലാക്കുക, എന്തായി കണ്ടോ, ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ടിട്ട് വേണം മുകളിലോട്ട് കയറ്റി വിടാൻ. അപ്പൊ മുകളിലോട്ടുള്ളവരെ വിളിക്കാൻ പറയും, താഴെയുള്ളവർ കണ്ടിട്ടില്ല, താഴെയുള്ളവർ കണ്ടിട്ടുള്ളൂ, മുകളിലുള്ളവർ ഞങ്ങൾ കാണാൻ. അങ്ങനെ തിരിച്ചും തിരിച്ചും പറഞ്ഞില്ല. ഒരു OTT പ്ലാറ്റ്ഫോമിൽ എടുക്കുകയും ചെയ്തില്ല. സെല്ലിംഗ് പോയി അവസാനം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ചിലോട്ടെത്തി. ഞാൻ പറഞ്ഞു ഒരു പേപ്പർ വ്യൂ എന്നുള്ള കൺസെപ്റ്റ് ഇട്ട് തരാൻ പറ്റുമോ ചോദിച്ചു. അതും നടന്നില്ല. നല്ല സിനിമയാണ്, നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ അവസാനം വന്നു സൈന പ്ലേയിലാണ്. ആ സൈന പ്ലേയിൽ ആ പടം ഇറങ്ങിയതിനു ശേഷം ഇറങ്ങി അന്ന് മുതൽ മിനിമം ഒരു 10-15 ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വന്ന് ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ഞാൻ സ്റ്റോറി ആയിട്ടിട്ട് അങ്ങനെ അതുവഴി കുറെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കുഞ്ഞു സിനിമ, അത് അമൽ കെ ജോബിയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാഞ്ഞബുദ്ധിയാണ്. വേറെ അതോടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ ജെയ്സ് എന്നുള്ള ഒരാളുടെ നടനേക്കാളും ഒരു വ്യക്തി ഒരു സിനിമ അത് പ്രൊജക്റ്റാക്കി മാറ്റുക, പ്രൊജക്റ്റില് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും സിനിമ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക, ഇങ്ങനെ തിയേറ്ററുകള് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക, അതിന്റെ ബിസിനസ് തലത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. വളരെ വളരെ ശ്രമകരം എന്ന് പറഞ്ഞാല് നമ്മള് ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മൾ എത്രയോ പേരുടെ ഒരു അധ്വാനമാണ്. നമ്മൾ 4 മുറിക്കകത്ത് ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മള് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, മറ്റേ 7 പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് ചെയ്യാൻ പാടില്ലെന്നല്ല. പക്ഷെ പറഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം തോന്നി. എത്രയോ മേക്കേഴ്സ് നിങ്ങളുടെ തന്നെ ഇപ്പൊ മീഡിയക്കാരുടെ തന്നെ നമുക്ക് വളരെ പരിചിതമായ പല സുഹൃത്തുക്കളുടെ ഞാനോ കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പറഞ്ഞത് കംപ്ലീറ്റ് ആക്കി കഥ കേൾക്കാൻ പറ്റും. ഞാൻ എനിക്ക് വരുന്ന എല്ലാ ഇടത്തെയും കഥകള് നമ്മളത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ട്. പറ്റാവുന്ന സജഷൻസ് എനിക്ക് അറിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് റെഫറൻസ് ആയിട്ടുള്ള സിനിമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അത്രമാത്രം ഒരു വലിയൊരു ആർട്ട് ഫോമാണ്. അപ്പൊ അത് ഭയങ്കര എളുപ്പത്തിൽ അതിനെ തച്ചുടക്കുന്ന കണ്ട് പലർക്കും വിഷമം വരാറുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോ ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ജെയ്സനും കൊടുക്കും, അതുപോലെ അമൽക്കും ജോലിക്ക് കൊടുക്കും. വളരെ കൃത്യമായിട്ട് നമ്മള് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കാനും നല്ല കഴിവുള്ള മനുഷ്യനാണ് ഇയാൾ. ഇനിയിപ്പോ ഒരുപാട് നല്ല തിരക്കഥകൾ ഇളങ്ങുന്നുണ്ടാവും, നല്ല സംവിധാന സംരംഭങ്ങൾ ഉണ്ടാവും. ജെയ്സിന് ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ജെയ്സൺ നന്നായിട്ട് ഒരുപാട് ഏരിയയിൽ, കാരണം നിങ്ങളത് കാണുന്ന പോലെ പടം കണ്ടപ്പോൾ മനസ്സിലാവും വളരെ പരിമിതമായ ലൊക്കേഷൻസിൽ, എന്നാൽ അതിന്റെ യാതൊരു തോതിലുള്ള പരിമിതികളിലും നമ്മളെ അറിയിക്കേണ്ട തന്നെ മനോഹരമായിട്ട് സിനിമാറ്റോഗ്രാഫി കുഞ്ഞുണ്ണി മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വലിയൊരു ടെക്നിക്കൽ ക്രൂ, എഡിറ്റർ അയ്യൂബ് ഖാൻ, റൈറ്ററോട് ചെയ്ത് ബിനോയ്, അതുപോലെ തന്നെ സ്റ്റീവൻ ദേവസി, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പറ്റാവുന്ന പോലെ നമ്മുടെ അവിടെ ആ ക്രൂവിലുള്ള അനുഭവപ്പെട്ട എല്ലാവരെയും നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അലക്സി കുര്യൻ, അലക്സി കുര്യൻ, അങ്ങനെ മഞ്ജു ഒന്നും ഉണ്ടായിരുന്നില്ല. മഞ്ജുവിനെ നമ്മുടെ ക്യാരക്ടർ തിരിച്ചു. മഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ സ്മിനു ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തോ ഭയങ്കര
അത് മഞ്ജു ഒന്നും ഇല്ലാത്ത നല്ല കാര്യം. സ്മീവിന്റെ തൊപ്പി തെറിച്ചേനെ നിങ്ങൾ വരുത്തിക്കോളാം. അതൊക്കെ നിങ്ങൾ വരുത്തും. അപ്പൊ അങ്ങനെ എല്ലാ മുതലും ഒരു സിനിമ അങ്ങനെയല്ല അല്ലേ. അപ്പോ അങ്ങനെ ഒരുപാട് പ്രയത്നം ഒരു സിനിമയിൽ എടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിപിൻ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങൾ അത് ഓറഞ്ചായി കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതിപ്പോ എന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ അതർ ലാംഗ്വേജ് റൈറ്റ്സിന്റെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ജയിച്ച് സംസാരിക്കും. സത്യമായിട്ടും നിങ്ങളോട് ഇന്ന് നമ്മുടെ പടം സക്സസ് ആയത് മാത്രം പറയാനല്ല നിങ്ങൾ എല്ലാവരും വിളിച്ചത്. ഒരു വലിയൊരു സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാനാണ്. അത് ഏതാനും നിമിഷങ്ങളിൽ ഡയറക്ടർ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി. ബിനോയ്, നമ്മുടെ പടത്തിന്റെ ഏറ്റവും വലിയ അല്ലെ പടത്തിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ബിനോയുടെ ഒരു മ്യൂസിക്കാണ്. റീ റെക്കോർഡിംഗ് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തത്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷം ബാക്കിയെല്ലാം, കാരണം അത്രത്തോളം ഇത്രയും നമ്മള് ശരിക്കും പറഞ്ഞ പ്രതീക്ഷ അല്ല ഇത്രയും, കാരണം ഇവരെ പ്രതീക്ഷിച്ചിരുന്ന ആദ്യം കേട്ട് കഴിഞ്ഞപ്പോ പുതിയ ആൾക്കാരാണ് ഓക്കെ ചെയ്ത ഇത്രത്തോളം വരുമെന്നാണ് നമ്മളൊക്കെ വലിയ ആശങ്കയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ബിനോയ് ഗംഭീരമായിട്ട് ചെയ്തു. ബിനോയ് ഒരു 2 വാക്ക് സംസാരിക്കും, അല്ലെങ്കിൽ കീബോർഡിൽ വായിച്ചാലും മതി. സംസാരിക്കണം. പിന്നെ ഇത്രയും വലിയൊരു അവസരം ലഭിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫിലിമിൽ കുറെ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ചാൻസ് തന്നെ ആദ്യം ജയ്സനോട് നന്ദി പറയുന്നത്. ജയ്സനെ ഞാൻ കണ്ടുകൊണ്ടേ കാര്യം പറയുകയാണെങ്കിൽ അത്രയും അത്ഭുതകരമായ സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ജയ്സന്റെ മുമ്പിൽ ഞാൻ മുമ്പ് ചെയ്തത് കുറച്ച് സോങ്സ് പ്ലേ ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. അതിന് ജയ്സനും നോക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുറെ കണ്ടിട്ടുണ്ട്, ഞാനും പറയുന്നുണ്ട് കുറെ കണ്ടിട്ടുണ്ട്. അതിന് ജയ്സേട്ടൻ ഒരു 4ാമത്തെ സോങ്ങില് ഈ ഫിലിമിലത്തെ ജയ്സേട്ടന്റെ പോർഷനിൽ വരുന്ന തീം മ്യൂസിക് ജയ്സേട്ടനാണ് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. നേരത്തെ റോണിച്ചേട്ടൻ പറഞ്ഞു ജയ്സേട്ടൻ ഇതിനു വേണ്ടി പ്രയത്നിച്ച് പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ജയ്സേട്ടൻ ഇതിന് അഭിനയിക്കുക മാത്രമല്ല എല്ലാ തരത്തിലും പുള്ളി എങ്ങനെ ഇത് മുൻകൂട്ടി കണ്ടെന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ അമൽചേട്ടൻ കണ്ടതിന് ശേഷം ഒരു എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 കമ്പോസേഴ്സിന് നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ 2 പേരും ഇതിന്റെ നിർമ്മാതാവായ അബ്ദുക്കയുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ, അബ്ദുക്ക ഇതിന്റെ അവസാനം അബ്ദുക്കയുടെ ടൈറ്റിൽ ആ ട്യൂൺ ആ തീം വന്നതിന് ശേഷമാണ് അബ്ദുക്ക കൺവിൻസ് ആയിട്ട് സന്തോഷം ചേർത്ത് പിടിക്കുന്നത്. അതുവരെ അബ്ദുക്ക പറയും ഇത് പോരാ, ഇതൊന്നും കൂടി ശരിയാവണം അബ്ദുക്ക എന്നെ മോട്ടിവേറ്റ് ചെയ്തിരിക്കും. അവസാനം അബ്ദുക്ക തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുവരെ ഒരുപാട് കഥകൾ പറയാൻ. പക്ഷെ ഇത് ഇത്രയും മോട്ടിവേഷൻ ഉള്ളൊരു ടീം അത് അത്രയും നന്നായിരുന്നല്ല, അത്രയും നല്ല ടീം വർക്ക് ആയിരുന്നു. അപ്പൊ എല്ലാവരോടും നന്ദി പറയുന്നു. വെയിറ്റ് ചെയ്യുന്നു. നരേൻ 2 വാക്ക് നമ്മുടെ പടത്തെ പറ്റി അറിയിച്ചു. നമസ്കാരം. നമസ്കാരം. ലേറ്റ് ആയി വന്നു, സോറി. സിനിമയിലും തീർച്ചയായും നമ്മുടെ ഓക്കെയാണോ?
വളരെ ക്ലോസ് ഫ്രണ്ടാണ് ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണത്. ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയത്. ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു. 2-3 ഷോർട്ട്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ഞാനും പറഞ്ഞു. പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒന്ന് പ്രോബബ്ലി ഞാൻ ചെറിയൊരു ജസ്റ്റ് 2-3 ഷോർട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻ പ്ലേ കേൾക്കാതെ ചെയ്തൊരു സിനിമയാണ്. കഥ കേട്ടു, കഥ മനോഹരമായി പറഞ്ഞു. അതൊരു മനോഹരമായൊരു മേക്കിംഗ് ആയിരുന്നു. സോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മെയിൻലി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പലവരും ജെയ്സിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജെയ്സിനെ കുറിച്ച് ജെയ്സിന്റെ പാസ്റ്റ് അറിയാം, കുറച്ച് പറയണോ വേണ്ടേ? ജെയ്സിനെ ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സ്. അതിനിടയിലാണ് ജെയ്സിന് സിനിമാ മോഹം കയറി വരുന്നത്. ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്തു. സിനിമാ മോഹത്തിന്റെ പിന്നിൽ, സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജെയ്സ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. സോ അത് 3 വർഷങ്ങളായി പല പടങ്ങളിലും അഭിനയിച്ചു. ജെയ്സിന്റെ തുടക്കം മുതൽ ഞാനും പല സുഹൃത്തുക്കളും ഞങ്ങൾ വെരി ഹാപ്പി ഫോർ ജെയ്സ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നൗ ഒരു പ്രോജക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ജെയ്സ് തന്നെ ലീഡായിട്ട് പറഞ്ഞ സിനിമ ചെയ്യുന്നു. സോ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ പല ഫ്രണ്ട്സും ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ജെയ്സിന്റെ ഞങ്ങൾ 2018 ജെയ്സ് പെർഫോം ചെയ്യുമ്പോൾ പടത്തിന്റെ അവസാനം ഞങ്ങളുടെ സീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ജെയ്സിന്റെ ഓരോരോ സ്റ്റെപ്പും സുഹൃത്തുക്കളായ ഞങ്ങൾ പലരും വളരെ സന്തോഷം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഗുമസ്തൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. മീഡിയയുടെ സപ്പോർട്ടും ഐ കൻ സീ ദാറ്റ്. സോ വെരി ഹാപ്പി. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇതിൻ്റെ ഓരോ ആക്ടേഴ്സും ഇതിൽ ലൈക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആയാലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. താങ്ക് യു. സംവിധായകനെ ഇവർക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. നമ്മൾ അവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അമൽ കെ ജോബി, റൈറ്റർ. അതെ, ഇവരെല്ലാവരും ബിഹൈൻഡ് ദ ക്യാമറ ആയതുകൊണ്ട് ചെറിയ വാക്കുകൾ അവർ സംസാരിച്ചു. അമൽ 2 വാക്ക് സംസാരിച്ചു. അമലാണ് നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ക്യാമറകളിൽ ആദ്യമായിട്ട് ഇരിക്കുന്നത് നമ്മളിപ്പം എന്താ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പല പടത്തിലെ പ്രസ് മീറ്റിന്റെ വീഡിയോസും ലൈവ് പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ അവിടെ നിന്ന് കണ്ടിട്ടുള്ളൂ. ഇത്രയും ക്യാമറ ചെയ്യുന്നത് കുറെ കാണാൻ നല്ല ടെൻഷനുണ്ട്. അതിലുപരി നല്ല സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പടം കഴിഞ്ഞ വെള്ളിയാഴ്ച കുറേ പടങ്ങളുണ്ടായിരുന്നു. അതായത് ഓൾറെഡി കിഷ്കിന്ദാറിലും AR-ലൊക്കെ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും നല്ല കളക്ഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 8 സിനിമകളാണ്, അതെ 8 സിനിമയാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു സംരംഭം, നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഒരു സിനിമ റിലീസായപ്പോൾ അത് എങ്ങനെ എടുക്കും പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ പടങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു ടെൻഷനും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പടം കണ്ട പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും കുറേ മെസ്സേജുകൾ, കുറേ ഫോൺ കോൾസുകൾ എല്ലാം വരുന്നുണ്ട്. പടത്തെ പറ്റി പറയുകയും അപ്രീസിയേഷൻസ് കുറേ വരുന്നുണ്ട്. കുറേ എനിക്കുൾപ്പെടെ ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇത്രയും ലെവലിലേക്ക് ആൾക്കാരെ ഏറ്റെടുക്കുന്ന രീതിയിലെ അഭിപ്രായം നമ്മൾ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതൊരു പ്രതീക്ഷയില്ല. ഒരു മോശം സിനിമയാവത്തില്ല, ഒരു തരക്കേടില്ലാത്ത സിനിമയാവും, ഒരു മിനിമം ഗ്യാപ്പി സിനിമയായിരിക്കും, ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിലുപരി അതിനപ്പുറത്തേക്ക് പ്രേക്ഷകർ കൊണ്ടുപോയപ്പോൾ ഇരട്ടി പകർന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പറയുന്നത് ഈ ഇരിക്കുന്ന ഇതെല്ലാവരും നമ്മുടെ ലൊക്കേഷനാണ്. ഈ ഒരു കൂട്ടായ്മയും അതിലുണ്ടാകുന്ന എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് അന്നത്തെ നമുക്ക് തുടങ്ങി. അന്ന് തുടങ്ങി അതേ എല്ലാവരും ഇപ്പൊ അവസാനം
പടം ഇപ്പോൾ എഴുതിയിരിക്കുമ്പോൾ അത് എല്ലാവരും അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിന്നെ എനിക്കും കുറച്ച് എന്താ പറയുക, ഈ നമ്മൾ പ്രതീക്ഷിക്കാപ്പുറത്തേക്ക് പടം വിജയിച്ചപ്പോഴുണ്ടായ കുറച്ച് ഡെവലപ്മെന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ കുറെ സന്തോഷ വാർത്തകൾ നിങ്ങൾ അറിയിക്കാനുണ്ട്. അതിപ്പോ വഴിയൊക്കെ നമ്മൾ തീർച്ചയായും കാര്യം നമ്മള് ഈ സിനിമ ആക്ച്വലി ജയ്സേട്ടനെ എനിക്ക് നേരത്തെ പരിചയം. ജയ്സേട്ടൻ ഒരു ഇന്റിമേറ്റ് സുഹൃത്താണ്. പുള്ളിയാണ് ആക്ച്വലി സബ്ജക്ട് അത് കേൾക്കുന്നത്. റിയാസാണ് സ്ക്രിപ്റ്റ്. റിയാസാണ് ആക്ച്വലി ജയ്സേട്ടന്റെ കഥ എന്ന് പറയുന്നത്. ജയ്സേട്ടൻ കഥ കേട്ടിട്ട് എന്നെ വിളിക്കുകയാണ്, നമ്മളൊരു കഥ കേട്ടിട്ട് നല്ല കഥയാണ്, ഒന്ന് കേട്ടു നോക്കുന്നു. അപ്പൊ ഓക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫാസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ പ്രൊജക്ട് ഉണ്ടാക്കാൻ ഒരു ഗട്ട് ഫീൽ ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ കഥ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളെല്ലാം ടീമായിട്ട് ഇരുന്ന് കഥ കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി, വർക്കൗട്ട് ആവുന്ന പ്രതീക്ഷ തോന്നി. അങ്ങനെ അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്തെ നമ്മൾ പല ആൾക്കാരെ നമ്മൾ സമീപിച്ചു, പല ആൾക്കാരെ നമ്മൾ സംസാരിച്ചു, പലരോടും നമ്മൾ പ്രൊജക്ട് പിച്ച് ചെയ്തു. അപ്പൊ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റലൈറ്റ് ഒരു ആർട്ടിസ്റ്റ് വേണം, ഒരു ഹീറോ വേണം, അല്ലെങ്കിൽ അത് അതിനപ്പുറത്ത് എല്ലാവരും കാസ്റ്റിംഗ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് പക്ഷെ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം ഈ പ്രൊജക്റ്റിൽ നമ്മൾ ആ കഥ കേട്ടപ്പോഴും റൈറ്റർ ആണെങ്കിലും എനിക്കാണെങ്കിലും ആ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ റീസെറ്റ് തന്നെ ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, കുറെ ട്രൈ ചെയ്തു. അങ്ങനെ എന്തോ ദൈവത്തിന്റെ പുറത്ത് നമുക്ക് അവസരം വീണിട്ട് ഒരു മുത്താണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അബ്ദുള്ള. ഇദ്ദേഹം മലപ്പുറംകാരനാണ്, ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കഥ ഞങ്ങൾ ആദ്യം പറയുന്നത് ഒരു ഫോറസ്റ്റിൽ കഥ പറയുന്നത്. മലപ്പുറത്ത് ഒരു ഫോറസ്റ്റില് ശരിക്കും പറഞ്ഞ ഒരു ഹോറർ മൂഡിൽ കാട്ടിരുന്ന കഥ പറയുന്നത്. അത് അപ്പൊ അന്ന് മുതൽ പുള്ളി കഥ കേട്ടോടെ ഇത് ചെയ്യാമെന്ന് പറയുകയും പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി. അപ്പം അന്ന് മുതൽ പുള്ളി ഒരു സപ്പോർട്ട് ഉണ്ട്. കാരണം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളി, അതായത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പുള്ളി മുന്നോട്ട് വരികയും അന്ന് മുതൽ ഡേ ബൈ ഡേ ഇതിന്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പുള്ളി നമുക്ക് കറക്റ്റ് സപ്പോർട്ട് നമ്മൾ ഈ നിമിഷം വരെ ഇപ്പോഴാണെങ്കിലും എന്താ പറയുന്നത്, ഒരു എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എന്ത് കാര്യം പറഞ്ഞാലും അതെ പ്രൊമോഷനിൽ എന്ത് കാര്യങ്ങളും പുള്ളി കൃത്യമായിട്ട് പുള്ളി നമ്മളെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു പടം കഴിഞ്ഞിട്ടും നമ്മളോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കറക്റ്റ് സപ്പോർട്ട് പ്രൊഡ്യൂസർ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ മാത്രമല്ല സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ സിനിമ ഇപ്പൊ നമ്മൾ എന്ത് ലൊക്കേഷൻ ആണെങ്കിലും പോലും ഷൂട്ടിലാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ ഒരു ലെൻസ് വേണം, അല്ലെങ്കിൽ ഒരു സാധനം വേണം, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറായ പൈസ എത്ര പൈസയിലും കുഴപ്പമില്ല റെഡിയാക്കാന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കട്ടയ്ക്കുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗുമസ്തൻ ഇത്രയും ഒരു എന്താ പറയുക, നമുക്ക് ഒരു പ്രതീക്ഷ നമുക്ക് ചെയ്ത് ചെറിയ പ്രമാണത്തിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എത്തിക്കാൻ പറ്റും. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അബ്ദുമായിട്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്തൊരു നന്ദി. നമ്മുടെ ഈ പടം തുടങ്ങി ഇതിന്റെ പൂജയുടെ ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞു മുമ്പിൽ വരണം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാനിപ്പോ വരുന്നില്ല, ഞാൻ ഇപ്പൊ പിന്നിലാണ്. എനിക്ക് ഉറപ്പുള്ളൊരു ദിവസം ഞാൻ ആദ്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ വരുന്ന പറഞ്ഞു. അത് ഞങ്ങളുടെ പ്രൊമോഷൻ ഇത്രയും ചാനലുകൾ വന്നു, നമ്മൾ പ്രൊമോഷൻ നടത്തി, നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പിൽ വന്നില്ല. അദ്ദേഹം ഇതിനകത്ത് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഒന്നിനും വന്നില്ല. അങ്ങനെ പുള്ളി ആദ്യമായി ഇന്ന് മീഡിയയോട് സംസാരിക്കുന്ന ദിവസമാണ്. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തൻ എന്നൊരു സിനിമ ശരിക്ക് ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. കൂട്ടത്തോടെ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടെ ഒരു എന്തായിക്കോട്ടെ, എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഗുമസ്തൻ എന്നൊരു സിനിമ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഞാനും ജയ്സേട്ടനും ഒരേ നാട്ടുകാരാണ്, പാലക്കാടുകാരാണ്. അപ്പൊ ഞാൻ ഈ കഥ എഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ജയ്സേട്ടന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ ചാരുകസേരയുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് കണ്ടെത്തി, അമല പറഞ്ഞു ഞങ്ങള് ജയ്സേട്ടനെ കണ്ടു. അത് അങ്ങനെയല്ല. ഞാൻ ചെന്ന് ഈ കഥ പറയുമ്പോ ഇതിനകത്തെ ഷാജുവേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത്. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഇതിന് ഞാൻ ആ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഗുമസ്തനാക്കുമെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു
അപ്പൊ എന്റെ മനസ്സിൽ യഥാർത്ഥത്തില് സിനിമയിൽ ഇന്ന് വരെ വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരാള് തന്നെ അത് വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേട്ടനെ വെച്ച് ആര് ഈ സിനിമ ഡയറക്ട് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം എടുത്തു തോന്നുന്നു അമലിന്റെ കാര്യം എന്നോട് പറയാം. അത് കഴിഞ്ഞ് അമലിന്റെ അടുത്ത് പോയി. അമല് പറഞ്ഞു ജയ്സേട്ടൻ ഓക്കെയാണ്, കുഴപ്പമില്ല, അപ്പൊ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. അതിലും ജയ്സേട്ടൻ അവിടുന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് PR വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ജയ്സേട്ടനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടൈറ്റിൽ ജെയ്സൺ ജോസ് എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം ജയ്സേട്ടനാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡബ് ചെയ്തിട്ടില്ലേ, സ്മിതി ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ജയ്സേട്ടൻ. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലിനോടാണ്. കാരണം അമലൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു പുതിയ പോകുന്നില്ലെന്ന രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സ് ചേർക്കുന്നതിലുണ്ടായിരുന്ന കുറെ മിസ്റ്റേക്സ്, കാര്യങ്ങൾ. ഒരു സ്ക്രിപ്റ്റില് 100% ഇൻവോൾവ് ചെയ്ത് ഒരു നല്ല കൊമേഴ്സ്യൽ സിനിമ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് അമൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ അമലിന്റെ റൈറ്റിംഗ് അത് എനിക്കൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് ഒരാൾ മാത്രം എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാനേ പറ്റില്ല. എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ്, ഇൻക്ലൂഡിങ് ഷാജുവേട്ടൻ കഥ കേൾക്കാൻ വന്ന ഷാജുവേട്ടൻ വരെ എനിക്കൊരു സീന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനൊരു സീന് വേണം, ശരി എന്നാൽ ഷാജുവേട്ടന് വേണ്ടി ഇങ്ങനൊരു സീന്. അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഈ സ്ക്രിപ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മാത്രമൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. നീ പറയാത്തോണ്ട് 2 സീൻ പോയി. അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ. അപ്പൊ ഞാനും അമലും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ ബിഗ് സിനിമ ഒന്നുമല്ല, ഒരു ചെറിയ സിനിമ. അപ്പൊ പ്രൊഡ്യൂസർ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്യാം, എല്ലാവരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, ആരും മോശം പറയാത്തൊരു സിനിമ ചെയ്യാം എന്നൊരു ഉറപ്പ് മാത്രമേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ട് മോശം പറയില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. കാരണം ഒരു കൊമേഴ്സ്യൽ സിനിമ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയത് ഈ സിനിമയുടെ വിജയം കണ്ടപ്പോഴാണ്. അപ്പൊ ഇതിന് പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അത് ഈ അവസരം ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. അല്ല, ഞാൻ നിങ്ങളെ ഒരുപാട് നമ്മൾ സംസാരിക്കാൻ ഇനി ഒരു മാറ്റർ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മാറ്റർ പറഞ്ഞിട്ട് സ്പിന്നും എല്ലാവരും സംസാരിക്കുന്നതാണ്. അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞു ഇനി ലേറ്റ് ആക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തത്. സോറി സ്പിന്നും. അപ്പൊ നമുക്കിതിനകത്ത് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സിനിമയായിട്ട് ഇത് തുടങ്ങി ദൈവം സഹായിച്ച് നല്ലപോലെ ആലോചേട്ടനെ പോലെ ഒരാളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിനെടുത്തു. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി. അത് ജനങ്ങൾ ഇതുപോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ. ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളത് വിളിച്ചത്. നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ്, ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമത് ട്രൂത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ സമത് ട്രൂത്ത് ആണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവരിലൂടെ ഉണ്ട്. ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതായത് നമ്മുടെ ടെർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ മെമ്പറായ സമത് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ്. അതിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ് പി ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ലൂസിഫർ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇങ്ങനെ ഒരുപാട് ആവേശം, ഇപ്പോ നമ്മുടെ കിഷ്കിന്റെ കാരണം അവർ എടുത്തിരിക്കുന്നത്. അതിനെല്ലാം ശേഷം അവർ നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് കൂടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ അതെങ്കിൽ സിനിമ കാണുമ്പോൾ അറിയാം നിർത്തുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരു
ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാണ്. ആ ഡയറക്ടർ പറയും. അതായത് ഈ സിനിമ എത്ര പേര് നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പടം കാണുമ്പോൾ ടൈലന്റില് ഒരു സെക്കൻഡ് പാർട്ട് ഒരു സീക്വൽ ലീഡ് ഇട്ടിട്ടാണ് പടം നിർത്തുന്നത്. അപ്പൊ ഒത്തിരി ആൾക്കാർ ഈ പടം കണ്ട് ചോദിക്കുന്നില്ല ഉടനെ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ആ സീക്വലില് ശരിക്കും പറഞ്ഞാൽ ടൈലന്റിൽ വന്ന് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടർ നരേന്ദ്രയുടെ ക്യാരക്ടറാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ എൻട്രിയും പ്രസൻസ് പറയാ വരവ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു എനർജി തന്നൊരു പരിപാടിയാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പം നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടിയതിനു ശേഷം അദ്ദേഹം ഇന്നലെയായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം. അപ്പൊ അത് ഒഫീഷ്യലി എന്തായാലും ഉടനെ നമ്മൾ തുടങ്ങാനുള്ള ഒരു പരിപാടി ഒരു തീരുമാനമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയ സന്തോഷം. സിനിമയിൽ ചില ആൾക്കാർ നമുക്ക് എന്താ പറയാ, നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിലൊരു പ്രധാനിയാണ് ജെയ്സ്. അതുകൊണ്ട് തന്നെ ഒരു കഥ കേട്ടു അദ്ദേഹം ഒരു സിനിമയ്ക്കൊക്കെ ആഗ്രഹിക്കുമ്പോൾ ജെയ്സ് ഫോൺ എടുത്ത് എനിക്ക് തോന്നുന്നു ഈ കോണ്ടാക്ട്സ് എടുത്ത് വെച്ച് ആദ്യം മുതൽ അവസാനം വരെ വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ആ ഒരു വിളിയിൽ നമ്മളെല്ലാവരും ചെന്നിട്ടുണ്ടെങ്കിൽ ജെയ്സിന്റെ വർഷങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും എന്താണ് വേഷങ്ങൾ എന്ന് പോലും ചോദിക്കാതെ എത്തിയ ഒരുപാട് നടികളുണ്ട് ഈ സിനിമയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചെന്ന് പോയല്ലോ എന്ന് തോന്നിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഗംഭീരമായൊരു സ്ക്രീൻ പ്ലേ ഈ സിനിമയ്ക്കുണ്ടായി. എല്ലാം കൊണ്ടും നല്ലതായി വന്ന ഒരു സാഹചര്യം ഈ സിനിമയ്ക്കുണ്ടായി. അവന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ബാങ്കിങ് ഹൗസ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരുപക്ഷെ ആ സിനിമ ബാങ്കിങ് ഹൗസ് 2014 സുമേഷ് ഇവിടെ ഉണ്ട്. സുമേഷ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയയുടെ ഏറ്റവും വലിയ ആളാണ്. ഞാൻ സുമേഷ് അമ്പൽ കൂടിയാണ് കേരള ബാങ്കിങ് ഹൗസ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. അതിനുശേഷം എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ. പക്ഷെ ഇതിനിടയിൽ കുറെ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതെ ഇതിനിടയിൽ അദ്ദേഹം എതിരെ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു. അതിപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലാവുകയും ഒരു വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും എന്താ പറയാ എനർജി പോവാതെ നോക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ എഫേർട്സിനാണ് ഇപ്പം ഈ റിസൾട്ട് വരുന്നത്. അപ്പൊ എല്ലാ ആശംസകളും നല്ലതായി വരട്ടെ. അപ്പൊ സ്വീക്കറില് വിവിധന്റെ ക്യാരക്ടർ അതാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊക്കെ ഇപ്പോൾ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഗുമസ്തൻ 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ റിയാസിന്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ മെമ്പറാണ്, MLA ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കുക ഓരോരുത്തരാണ്. അപ്പൊ ഇവനെയൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും അവതരിക്കുക എന്നുള്ളതാണ്. മരിച്ചുപോയ രണ്ടുപേരുണ്ട്, അത് രണ്ടുപേരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ബാക്കി ഇത് പോലീസ് പറയും. നമസ്കാരം. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ അറിയുന്നുണ്ടാവും ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ മുഖം ആണ്. ചെറുതും വലുതുമായിട്ടുള്ള കുറെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ സിനിമ ശ്രദ്ധിക്കപ്പെടണം, അത് പ്രേക്ഷകരിലേക്ക് എത്തണം, അത് വലിയ വിജയമാവണം എന്ന് തന്നെയാണ്. അപ്പോ ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള യാത്രയിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു സിനിമ നീങ്ങുന്നത്. ഗുമസ്തനായതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ സൗഹൃദമാണ് ഈ സിനിമയിലേക്കും എത്തിച്ചത്. അമലേട്ടനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അമലേട്ടനിലേക്ക് എത്തിച്ചത് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് വഴിയാണ്. പിന്നെ ഇതൊരു കുടുംബം പോലെയാണ് ഈ സിനിമയുടെ സെറ്റ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ കൂടുതലും ഈ CPO അശോകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കൂടുതലും ഷാജു ചേട്ടന്റെ കൂടെയും റോണി ചേട്ടന്റെ കൂടെയാണ് പോർഷൻസ് ഉള്ളത്. അപ്പോ ഇവരെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ഇവര് സീനിയേഴ്സ് ആണ്. ഷാജു ചേട്ടനാണെങ്കിലും എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ്
കൂട്ടത്തിലാണ്. റോണി ചേട്ടനാണെങ്കിലും ഞാൻ ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ റോണി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ കൂടെ നിൽക്കുമ്പോൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്തും ക്യാമറ മുന്നിൽ നിൽക്കുന്ന സമയത്തും അവർ സീനിയേഴ്സ് ആണ്, ഞാൻ ജൂനിയർ ആണ്. സിനിമയിലെ കഥാപാത്രത്തിൽ വരുമ്പോഴും ഞാൻ ജൂനിയർ ആയിട്ടുള്ള CPO കഥാപാത്രമാണ്. ASI ശിവരാമേട്ടൻ, പിന്നെ റോണി ചേട്ടൻ CI ആണ്. അതെ, അപ്പോ അത് ഒരു തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തും അത് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്ന സമയത്തും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമാണ് ഗുമസ്തൻ 2 അനൗൺസ് ചെയ്യുന്നു ഈ വേദിയിൽ. ഇത്രയും വലിയ താരങ്ങളും എല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇരിക്കാൻ കഴിയുന്നത് എന്നെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായമാണ് വരുന്നത്, വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ടീമിന്റെ ഭാഗമാക്കിയതിന് എല്ലാവരോടും ആരെയും പ്രത്യേകം പറയുന്നില്ല. We'll be right back.